DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനും അവ ശാസ്ത്രീയമായി സംസ്കരിക്കാനും രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക കർമ്മസേനയാണ് ഹരിത കർമ്മസേന. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും കൃത്യമായ ഇടവേളകളിൽ പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, മറ്റ് അജൈവ മാലിന്യങ്ങൾ എന്നിവ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ എത്തിച്ച് പ്ലാസ്റ്റിക്, മെറ്റൽ, ഗ്ലാസ് എന്നിങ്ങനെ തരംതിരിച്ച പ്ലാസ്റ്റിക്കുകൾ ക്ലീൻ കേരള കമ്പനി പോലുള്ള ഏജൻസികൾക്ക് കൈമാറുകയും റോഡ് ടാറിങ്ങിനും മറ്റുമായി ഉപയോഗിക്കുന്ന രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യുക എന്നിവയൊക്കെയാണ് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ള ചെറിയൊരു തുക, അതായത് യൂസർ ഫീ, ഇവർക്ക് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ യൂസർ ഫീ നൽകുന്നത് നിർബന്ധമാക്കിയതിനാൽ തന്നെ ഈ തുക നൽകാത്തവർക്ക് പഞ്ചായത്തുകളിലും മറ്റും എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ തടസ്സങ്ങൾ നേരിടാറുണ്ട്. അതായത് ഹരിത കർമ്മസേന യൂസർ ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമാണെന്ന് സാരം. ഇപ്പോഴത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഏപ്രിൽ 1 മുതൽ മാലിന്യങ്ങൾ 4ആയി തരംതിരിച്ച് സംസ്കരിക്കണമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യം, സാനിറ്ററി മാലിന്യം അതായത് നാപ്കിൻ, ഡയപ്പർ, ടിഷ്യൂ പേപ്പർ, പ്രത്യേക പരിചരണം ആവശ്യമുള്ള തടി, ചിരട്ട, വേസ്റ്റ്, ബയോമെഡിക്കൽ രാസവസ്തുക്കൾ പോലുള്ള മാലിന്യങ്ങൾ എന്നിങ്ങനെയാണ് തരംതിരിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും ഫെബ്രുവരി 19 സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണിത്. ഇവ നടപ്പാക്കാൻ ശുചിത്വ മിഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഹോട്ടലുകൾ, വൻകിട സമുച്ചയങ്ങൾ, മാർക്കറ്റുകൾ, ബിസിനസ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വൻതോതിൽ മാലിന്യം പുറന്തള്ളുന്ന സ്ഥാപനങ്ങളെ നിശ്ചയിക്കാൻ 3 മാനദണ്ഡങ്ങളും പരിഷ്കരിച്ച ചട്ടത്തിലുണ്ട്. 20,000 ചതുരശ്ര മീറ്ററോ കൂടുതലോ തറവിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, പ്രതിദിനം 40,000 ലിറ്ററോ കൂടുതലോ വെള്ളം ഉപയോഗിക്കുന്നവർ, പ്രതിദിനം 100 കിലോഗ്രാമിലധികം ഖരമാലിന്യം തള്ളുന്നവർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ബാധകമാകുന്നവരാണ് ഈ വിഭാഗത്തിൽ. അവർ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. മാലിന്യങ്ങൾ അംഗീകൃത സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് സംസ്കരിക്കണം. പുതുതായി തുടങ്ങുന്ന വൻകിട സ്ഥാപനങ്ങൾ നിർബന്ധമായും ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, ക്യാനുകൾ, കവറുകൾ, ചിരട്ടകൾ, പച്ചക്കറി, പഴ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാനായി ഉചിതമായ കണ്ടെയ്നറുകൾ തെരുവ് കച്ചവടക്കാർ കരുതണം. 100-ലധികം പേരുള്ള പരിപാടികൾ നടത്തുമ്പോൾ 3 പ്രവൃത്തി ദിനം മുൻപ് തദ്ദേശ സ്ഥാപനത്തെ അറിയിക്കണം. പുനരുപയോഗിക്കാനോ ഊർജാവശ്യങ്ങൾക്കോ കഴിയാത്ത മാലിന്യം മാത്രമേ കുഴിച്ചു മൂടാൻ അനുവാദമുള്ളൂ. കേരളത്തിന്റെ ശുചിത്വ ഭൂപടത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്കാണ് ഹരിതകർമ്മസേനയും പുതിയ മാലിന്യ സംസ്കരണ ചട്ടങ്ങളും വഴിതെളിക്കുന്നത്. വെറുമൊരു മാലിന്യ ശേഖരണ സംവിധാനം എന്നതിലുപരി ശാസ്ത്രീയമായ സംസ്കരണത്തിലൂടെയും കർശനമായ നിയമപാലനത്തിലൂടെയും പരിസ്ഥിതി സൗഹൃദമായ ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മാലിന്യങ്ങൾ 4ആയി തരംതിരിക്കണമെന്ന പുതിയ നിർദ്ദേശം നടപ്പാക്കുന്നതിലൂടെ ഉറവിട മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാകും. വൻകിട സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള കർശന മാനദണ്ഡങ്ങളും യൂസർ ഫീ നൽകുന്നത് നിർബന്ധമാക്കിയ നടപടിയും പൊതുജനങ്ങളിലും സ്ഥാപന ഉടമകളിലും ഉത്തരവാദിത്തബോധം വളർത്താൻ സഹായിക്കും. സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഈ ശ്രമങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുകയും ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. മാലിന്യമുക്തമായ ഒരു ഭാവി തലമുറയ്ക്കായി ഈ നിയമങ്ങൾ അച്ചടക്കത്തോടെ പാലിക്കാൻ അധികൃതർ നിർദ്ദേശിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.